GAE 1A2 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. 2 മണിക്കൂറാണ് സമയം. 50 മാർക്കിനാണ്. ആൻസർ എനി ഫോർ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 100 വേർഡ്സ് ഈച്ച്. അപ്പോൾ 100 വാക്കുകളിൽ ഉത്തരം എഴുതുക എന്നുള്ള പറയുന്നത്. ഒന്നിന് 4 മാർക്ക് എന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. അല്ല, 4 എണ്ണമാണ് എഴുതേണ്ടത്. ഒരെണ്ണത്തിന് 5 മാർക്ക് എന്ന രീതിയിലാണ് 20 മാർക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ? കോൺവെർസേഷന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബേസിക് കൺവെൻഷൻസ്. നമ്മുടെ ആശയവിനിമയത്തിന്റെ സവിശേഷതകൾ, കോൺവെർസേഷൻ എന്തെല്ലാം തരം കാര്യങ്ങൾ കോൺവെർസേഷനിൽ ഉണ്ട്, അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ചാപ്റ്ററുകളിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഉത്തരമാണ് നമുക്ക് അവിടെ നൽകേണ്ടത്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ 4 ചോദ്യങ്ങളാണല്ലോ നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. വേറൊരു ചോദ്യം, റീഡിങ് എന്താണ്? റീഡിങ് ഇൻവോൾവ്സ് കോംപ്ലക്സ് കോഗ്നിറ്റീവ് സ്കിൽസ്. വായന എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ബുദ്ധിയുടെ നൈപുണ്യങ്ങൾ ഉള്ള ഒരു കാര്യമാണ് വായന. ഈ പ്രസ്താവന ഒന്ന് വിശദമാക്കാമോ? റീഡിങ്ങിൽ നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബ്രെയിനിന്റെ കോഗ്നിറ്റീവ് സ്കില്ലിന്റെ കഴിവുകൾ വളരെ ആവശ്യമാണ്. ഈ പ്രസ്താവന അനുയോജ്യമായ ഉദാഹരണങ്ങളോടുകൂടി വ്യക്തമാകും. അപ്പോൾ റീഡിങ്ങിന്റെ പ്രാധാന്യം റീഡിങ്ങിനകത്ത് നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ വായിക്കണം, ബുദ്ധിയുടെ പ്രവർത്തനം അതിനകത്ത് എത്രമാത്രം ഉണ്ട്, ഇന്റലിജന്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരം റീഡിംഗ് ഉണ്ട്. പ്ലഷർ റീഡിംഗ് മുതൽ അല്ലെ, ഒരു കഥയും നോവലൊക്കെ വായിക്കുന്ന പ്ലഷർ റീഡിംഗ് ആണ്. എന്നാൽ ചില റീഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ചില റീഡിംഗ് എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള റീഡിംഗ് ഉണ്ട്. നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ഒക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. എന്നാൽ സമയമില്ലാതെ നമ്മൾ തിരക്ക് പിടിച്ച ഒരു കാര്യം ഒരു പുസ്തകത്തിൽ ഓടിച്ചു നോക്കി കണ്ടുപിടിക്കുക, സ്കാനിങ് എന്ന് പറയുന്ന, സ്കിമ്മിങ്, സ്കാനിങ്, അങ്ങനെ റീഡിംഗ് പല തരത്തിലുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ പറയുന്നുണ്ട്. ആ ഭാഗമാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റീഡിംഗ് ഫോർ ലിറ്ററൽ മീനിങ്? അക്ഷരാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇന്റർപ്രറ്റീവ് റീഡിംഗ്, കവിതകളൊക്കെ മിക്കവാറും അങ്ങനെയാണ്. അതിന്റെ അക്ഷരാർത്ഥം വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ പറയുന്നതായിരിക്കില്ല അതിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്. വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പോൾ രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. ലിറ്ററൽ മീനിങ് അത് ഭാഷയുടെ വാക്കുകളുടെ അർത്ഥം അറിയാവുന്ന ഏതൊരാൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, അല്പം ഇമാജിനേഷൻ ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിന്റെ വ്യാഖ്യാനാർത്ഥം, ഇന്റർപ്രറ്റീവ് മീനിങ് എടുക്കാൻ കഴിയുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നമുക്ക് ആകെ 4 എഴുതേണ്ടേ. 5ഉം 6ഉം ഒക്കെ ഇവിടെ കാണാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ മീറ്റിംഗ് എത്തിക് ടു ബി ഫോളോഡ് വൈൽ അറ്റൻഡിങ് എ മീറ്റിംഗ്. നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം മര്യാദകൾ, എന്തെല്ലാം എത്തിക്കുകൾ പാലിക്കണം, അതിനെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടൊരു പേജിൽ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് മീറ്റിംഗ് എത്തിക്സ് ടു ബി ഫോളോഡ്? ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കണം എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ഉത്തരമാണ്. ഇത് പഠിച്ച് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം കയ്യിൽ നിന്നിട്ടൊക്കെ എഴുതേണ്ടി വരും. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഹോമോണിംസ് ആൻഡ് ഹോമോഫോൺസ്? ഹോമോണിംസ് എന്താണ്, ഹോമോഫോൺസ് എന്താണ്? ഗിവ് എക്സാമ്പിൾസ് ഫോർ ബോത്ത്. രണ്ടിനും ഓരോ ഉദാഹരണങ്ങൾ കൂടി എഴുതാനും കൂടി പറഞ്ഞിരിക്കുന്നത്, ഹോമോണിംസിനും ഹോമോഫോൺസിനും. അപ്പോൾ അതാണ് അടുത്ത ഒരു ചോദ്യം. 6ാമത്തെ ചോദ്യം, ഹൗ ക്യാൻ വിഷ്വൽ എയ്ഡ്സ് ബി യൂസ്ഡ് ടു മേക്ക് എ പ്രസന്റേഷൻ മോർ ഇഫക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്? നമുക്ക് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ നേരത്ത്, പവർ പോയിന്റ് പ്രസന്റേഷൻ ആവാം, അങ്ങനെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ നേരത്ത് വിഷ്വൽ എയ്ഡ്സ്, കുറെ ചിത്രങ്ങളൊക്കെ, ഇമേജസ് ഒക്കെ ഇട്ട് അതിനെ ഇണങ്ങുന്ന കുറച്ചും കൂടെ സജീവമാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ക്ലാസ് റൂം പ്രസന്റേഷൻ, സെമിനാർ പ്രസന്റേഷൻ, ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ കാണാനായിട്ടൊരു സ്ക്രീനിൽ കാണിക്കാൻ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ പറയുന്ന കാര്യം പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പറ്റിയ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ സെമിനാർ അല്ലെങ്കിൽ ക്ലാസ് റൂം പ്രസന്റേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും, വളരെ ഇഫക്റ്റീവ് ആവും. അനേക മണിക്കൂർ നിന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് വിഷ്വൽ എയ്ഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി മറ്റൊരു ചോദ്യം, ഒന്നാമത്തെ സെക്ഷനിലെ ഈ 6 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അങ്ങനെയാണ് 20 മാർക്ക്. ഇനി അതുപോലെ തന്നെ റൈറ്റ് എ ഫോർമൽ ലെറ്റർ ടു ദ ഹെഡ് ഓഫ് ദ പബ്ലിഷിംഗ് ഹൗസ് ഇൻ യുവർ ഓൺ ടൗൺ. നിങ്ങളുടെ സ്വന്തം പട്ടണത്തിലെ ഒരു പബ്ലിഷിംഗ് ഹൗസിന് ഒരു ലെറ്റർ എഴുതുക. അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് എഡിറ്റർ ഇൻ ദ പബ്ലിഷിംഗ് ഹൗസ്. അവിടുത്തെ പബ്ലിഷിംഗ് ഹൗസിലെ അസിസ്റ്റന്റ് എഡിറ്ററിന്റെ
പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ അതിന് 10 മാർക്കാണ് നമുക്ക് അവർ നൽകാൻ താല്പര്യപ്പെടുന്ന മാർക്ക്. ഇനി വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ് ഹാവ് ബീൻ ഇൻ ദ ഗിവൺ ദ ടോപ്പിക്. 5 സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ്, അവർക്കൊരു ടോപ്പിക് നൽകിയിരിക്കുകയാണ്. ഓൺലൈൻ ലേണിംഗ് ഇൻ ഇന്ത്യൻ സ്കൂൾസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇന്ത്യൻ സ്കൂൾസിലെ ഓൺലൈൻ പഠനം, അതിന്റെ ഗുണവും ദോഷവും. ഇതാണ് ചോദ്യം. റൈറ്റ് ഔട്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എഴുതി തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യൻ സ്കൂൾസിലെ ഓൺലൈൻ ലേണിംഗിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. ഓക്കെ, 5 സ്റ്റുഡൻസ് ആണ് ഈ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 5 കുട്ടികൾ എ ബി സി ഡി ഇ ഇങ്ങനെ 5 പേരുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചോട്ടെ. ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ എഴുതണം. എ പറഞ്ഞ അഭിപ്രായം, ബി പറഞ്ഞ അഭിപ്രായം, സി പറഞ്ഞ അഭിപ്രായം, ഡി പറഞ്ഞ അഭിപ്രായം, ഇ പറഞ്ഞ, ഇവരൊക്കെ ഈ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണമല്ലോ ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോൾ. ജി ഡി അഥവാ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഡൂസും ഡോൺസും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഏരിയയിൽ പറയുന്നുണ്ട്. ഇനി കുറച്ച് നമ്മുടെ ഇമാജിനേഷൻ കൂടി ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താണ്, അവരെന്തൊക്കെ ഡിസ്കഷനിൽ പറഞ്ഞു എന്ന കാര്യങ്ങൾ നമ്മൾ ഭാവനയിൽ നിന്ന് എടുത്ത് പറഞ്ഞ് അതിന് എതിർവാദങ്ങൾ മറ്റേയാൾ ചർച്ചയിൽ പറയുന്ന പോലെയൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ദ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് ഫിസിക്കൽ ബാരിയർ ഉണ്ട്, മെന്റൽ ബാരിയർ ഉണ്ട്, അല്ലേ, സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്ത് ആദ്യത്തെ ചാപ്റ്ററുകളിൽ തന്നെ നന്നായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫിസിക്കൽ ബാരിയറിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ മെന്റൽ ബാരിയറിനെ കുറിച്ചല്ല, സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയറിനെ കുറിച്ചാണ്. അപ്പോൾ അതേക്കുറിച്ച് നല്ല ഉദാഹരണങ്ങളൊക്കെ ചേർത്ത് എഴുതുമ്പോഴാണ് നമുക്ക് 10 മാർക്ക് കിട്ടുക. വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഡിസ്ക്രൈബ് ദ ബേസിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നമ്മളൊരു ചർച്ചയുടെ ബേസിക് കോഴ്സ് എങ്ങനെയാണ്, നല്ല ഉദാഹരണങ്ങളോടെ അത് ഒന്ന് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡിസ്കോഴ്സ് നടത്തുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. രണ്ടും കൂടി ഒരേ സമയം എഴുതണമെന്നില്ല.